السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയും. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുന്ന സമയം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങൾ സത്യവിശ്വാസികളുടെ മനതലങ്ങളിൽ സന്തോഷത്തിന്റെ കുളിർമഴ പെയ്യിച്ചുകൊണ്ട് കടന്നു വന്ന റമളാൻ ഇന്ന് സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ ദുഃഖം തളം കെട്ടുകയാണ്. കാരണം അത് വിട പറയാൻ അടുത്തിരിക്കുന്നു. അവസാന ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇന്ന് ലൈലത്തുൽ ഖദറാവാൻ സാധ്യതയുള്ള ഈ വർഷത്തെ റമളാനിലെ രണ്ടാമത്തെ രാവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ 3 ക്ലാസുകളിൽ വളരെ ഗൗരവതരമായ കുറെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജീവിതത്തിന്റെ വഴിത്താരകളിൽ മുഴുവനും കൈമോശം വന്നു പോകാതെ അത് നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിൽ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും മഹാപാതകമായി കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകാൻ സാധ്യതയുള്ള ഒരു മഹാ അപകടമാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുന്നത് അനാചാരമെന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അപകടത്തെ
അവിടുത്തെ പ്രസംഗത്തിൽ എല്ലാ സമയത്തും സൂചിപ്പിച്ചത് കാണാം. ഖുതുബകളിലും മറ്റു പ്രസംഗങ്ങളിലുമെല്ലാം പ്രഭാഷകന്മാർ അവരുടെ പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്ന മുഖദ്ദിമയിൽ, അതിന്റെ മുഖവിരയിൽ തന്നെ ആ വിഷയം ഗൗരവത്തിൽ സൂചിപ്പിക്കാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ കലാമി കലാമുല്ലാഹ് ഫഇന്ന അസ്ദഖൽ ഹദീസ് കലാമുല്ലാഹ് എന്ന് തുടങ്ങുന്ന വാചകങ്ങളിലൂടെ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്ക് അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായി തീർന്നിട്ടുള്ളത് മുഹ്ദസാതുഹാ, പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടാണ്, അനാചാരങ്ങളെല്ലാം അത് ദുർമാർഗമാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ദുർമാർഗങ്ങളുടെയും പര്യവസാനം നരകമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചര്യകളായ ജീവിതത്തിൽ പകർത്തേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. എല്ലാ സന്ദർഭങ്ങളിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. സത്യവിശ്വാസികളോട് ഗൗരവതരമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ബിദ്അത്തുകളെ സൂക്ഷിക്കണം. ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ നിർമ്മിതങ്ങളായി പൗരോഹിത്യത്തിന്റെ നിർമ്മിതിയായി കടന്നു വരുന്ന പുത്തനാശയങ്ങളെയും പുത്തനാചാരങ്ങളെയും പുതുനിർമ്മിതവാദങ്ങളെയും നിങ്ങൾ ഗൗരവത്തിൽ കാണണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യ ലംഘിച്ചാലുണ്ടാകുന്ന ശിക്ഷയും സമൂഹത്തിന് വരുന്ന കുഴപ്പങ്ങളും എന്താണെന്ന് നേരത്തെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂർ, അതിന്റെ 63-ാമത്തെ വാചകം അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യത്തോട്, അവിടുത്തെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ. അവർക്കൊരു വിപത്ത് ബാധിക്കുമെന്നവര് ഭയപ്പെട്ടുകൊള്ളട്ടെ. അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ പിടികൂടുമെന്ന്, അവർക്ക് ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിന്റെ 63-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മാലിക് ബിൻ അനസ് റഹിമഹുള്ളാഹിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, ഞാൻ എവിടുന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഹജ്ജിനോ ഉംറക്കോ ഒക്കെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടുന്നാണ്? അപ്പോൾ മാലിക് ബിൻ അനസ് റഹിമഹുള്ളാഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടുള്ള മീഖാത്തുകളിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു മീഖാത്തിൽ നിന്ന് വേണം ഇഹ്റാമിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ പ്രവാചകൻ ഇഹ്റാമിൽ പ്രവേശിച്ചവിടുന്നു അവിടുന്നായിരിക്കണം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അതിനേക്കാളും കുറച്ചപ്പുറത്തൊന്ന് ചെയ്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ആ വിഷയത്തിൽ എനിക്കൊരു അഭിപ്രായവുമില്ല, ഞാനത് അനുകൂലിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്തതെന്തോ, അവിടുന്ന് കാണിച്ചു തന്നതെന്തോ, അതല്ലാത്തതൊരു അഭിപ്രായവും എനിക്കില്ല. അപ്പൊ അയാള് ചോദിച്ചു, അതിന് വല്ല കുഴപ്പങ്ങളുമുണ്ടോ? അതിന് വല്ല പ്രശ്നങ്ങളുമുണ്ടോ? ഉടനെ മാലിക് ഇമാമ പറഞ്ഞു, എടോ, നീ തന്നെയാണ് വലിയ ഫിത്ന, നീ തന്നെയാണ് വലിയ കുഴപ്പം. അല്ലാഹുവിന്റെ ഖുർആൻ അതാ പഠിപ്പിക്കുന്നുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം.
അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിന് എതിരായിട്ട് ഒരാൾ പ്രവർത്തിച്ചു പോയാൽ അവർക്ക് വമ്പിച്ച ഫിത്ന വരുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഒരു കുഴപ്പത്തിലാകും. ഞാൻ വിചാരിക്കുന്നു നീ ഒരു കുഴപ്പക്കാരനാണ്. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല അതിലിപ്പോ എന്ത് കുഴപ്പമുള്ളത്? അപ്പൊ മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം നഫ്സിനെ പ്രത്യേകമാക്കാത്തൊരു കാര്യം നീ നിനക്ക് വേണ്ടി പ്രത്യേകമാക്കുന്നത് തന്നെ ഫിത്നയാണ് എന്ന് മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടതാണ്. വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ കാണണം. പ്രവർത്തനങ്ങളിലുള്ള പുതിയ ആചാരങ്ങൾ സൂക്ഷിക്കണം. സംസാരങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളിലുള്ള പുതിയ ആചാരങ്ങളെ സൂക്ഷിക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലും വിശ്വാസങ്ങളിൽ കടന്നു വരുന്ന പുതിയ ആചാരങ്ങളെയും സൂക്ഷിക്കണം. എല്ലാ മേഖലകളിലും പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണണം. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പിൽഗാമികളായ ഇമാമുമാരതാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു കാണാം. ഒരു ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരിൽ നിന്ന്? സാഹിബ് ബിദ്അത്തിന്റെ ആളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ വലാ സൗമൻ വലാ ഹജ്ജൻ വലാ ഉംറ, നമസ്കാരം സ്വീകരിക്കുന്നതല്ല, നോമ്പ് സ്വീകരിക്കുന്നതല്ല, ഹജ്ജും ഉംറയും പുണ്യകർമ്മങ്ങളും സ്വീകരിക്കുകയില്ല. ലാ സർഫൻ വലാ അദ്ലാ, അയാളുടെ നിർബന്ധമോ ഐച്ഛികമോ ആയ ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. ബിദ്അത്തുകാരനാണോ? പുതുനിർമ്മിതങ്ങളായ വിഷയങ്ങൾ അയാളിലുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു അയാളുടെ നിസ്കാരവും നോമ്പും മറ്റ് പുണ്യകർമ്മങ്ങളൊന്നും സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവതരമായി കാണേണ്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതിന്റെ അപകടം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടാൻ കാരണമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ശരിക്കങ്ങനെ സ്വർഗത്തിലേക്ക് പോകും എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മളറിയാതെ നമ്മിലേക്ക് കടന്നു വന്നു എന്ന വിവരം. ധാരാളം വിഷയങ്ങൾ വിഷയമായി പറയാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമൂഹത്തിലേക്ക് കടന്നു വന്ന പുതിയ ആചാരങ്ങൾ, പുതിയ വകഭേദങ്ങൾ ധാരാളമുണ്ട്. വിശ്വാസ മേഖലകൾ കടന്നു വന്നിട്ടുണ്ട്, കർമ്മ മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട്, ആചാര മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ പല മേഖലകളിലും പുതിയ പുതിയ ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു. അതിന്റെയൊക്കെ പിന്നിൽ പൗരോഹിത്യത്തിന്റെ കറുത്ത കരങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ആ ബിദ്അത്ത് കടന്നു വന്നാൽ സമൂഹം ഫിത്നയിലാകും, അപകടത്തിലാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വളരെ കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഒരൊറ്റ കാര്യം, സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ അത് യഥേഷ്ടം അനുവർത്തിക്കാൻ നമുക്കുള്ളപ്പോഴാണ് പൗരോഹിത്യം പടച്ചുണ്ടാക്കുന്ന പുതിയ ആശയങ്ങളിലേക്ക് സമൂഹത്തെ എടുത്തെറിയപ്പെടുന്നത്. അവിടെ സമൂഹം എത്തിപ്പെട്ടാൽ വമ്പിച്ച അപകടമാണ് അവർക്ക് പറ്റുക. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസത്തെ വളരെ സജീവമായ ഒരു വാർത്തയുണ്ട്. മുസ്ലിം സമൂഹം മുഴുവനും പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ കണ്ടല്ലോ, ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രം എന്ന പേരിൽ ചില പുരോഹിതന്മാർ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കിവിട്ട അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ, സഹാബത്തിന്റെ പ്രഖ്യാപനങ്ങളെ അതിരുവിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടോ മുസ്ലിം സമൂഹത്തിലേക്ക് തുറന്നുവിട്ട ദുർഭൂതം ഇന്ന് മുസ്ലിം സമൂഹത്തെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് അങ്ങ് കൊല്ലം ജില്ലയിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു മുസ്ലിം പെൺകുട്ടി. മന്ത്രവാദത്തിന്റെ മറവിൽ ആ പെൺകുട്ടിയുടെ ചങ്കിൽ ചവിട്ടി ആ പെൺകുട്ടിയുടെ ശരീരത്തെ ഇഞ്ചിഞ്ചാക്കി നശിപ്പിക്കാൻ
സ്വന്തം പിതാവ് കൂട്ടുനിന്നുകൊണ്ട് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മുസ്ലിയാക്കന്മാർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച മന്ത്രം എന്ന് പറയുന്നതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. വേണമെങ്കിൽ ചങ്കിലും ചവിട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഹദീസ് വരെ ദുർവ്യാഖ്യാനിച്ച മൗലവിമാർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കണം, സമൂഹം എവിടെ എത്തിപ്പെടുന്നു എന്നാണ്. പുതിയ കാലത്ത് കടന്നു വരുന്ന ഓരോ വ്യാഖ്യാനങ്ങളും മുസ്ലിം സമൂഹത്തെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദത്തിന്റെ പുറകിൽ, അതിന്റെ മറവിൽ, മന്ത്രം ചെയ്യുക എന്നതിന്റെ മറവിൽ മന്ത്രവാദവും ദുർമന്ത്രവാദവും, അങ്ങനെ മുസ്ലിം സമൂഹം ഇസ്ലാമിക ചികിത്സയും ഇസ്ലാമിക ജ്യോതിഷവും അങ്ങനെ കടന്നു വന്ന് സമൂഹത്തെ വല്ലാതെ നശിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അറിയണം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരായാലും ശരി, അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ലഅനത്തിന് വിധേയമാകുന്നവരായിരിക്കും. ഓരോരുത്തരും വാർത്ത വായിക്കുമോ, ഹോ എന്തൊരു കഷ്ടാണ് പഠിച്ചോനെ, ആരാണ് ഇതിന് ചെയ്തത്, ഏതവനാണ് ഇതിന്റെ പിന്നിൽ? നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു അവസ്ഥയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പോയിക്കൂടാ. നേരത്തെ പ്രിയപ്പെട്ട സഹോദരൻ ഹംസ സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ ശക്തമായ ദീർഘദൃഷ്ടിയുണ്ട്. ആ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് ചില ദുർമന്ത്രവാദികളായ ആളുകൾ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ച ചില ആളുകൾ, അവർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഔട്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇന്നത്തെ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൂക്കിന് നേരെയുമാകുമായിരുന്നു. നിങ്ങൾ എന്ത് പറയാനാടോ, നിങ്ങളെ കൂട്ടത്തിലുമില്ലേ കുറെ എണ്ണം എന്ന് പറയുന്നൊരവസ്ഥ വരും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയ ആശയങ്ങളാണ്. പുതിയ ആശയങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ചില ആളുകൾ അതിനുവേണ്ടി കേന്ദ്രത്തിന് വേണ്ടി വാദിക്കുന്നു. ചില ആളുകൾക്ക് കേന്ദ്രം വേണ്ടെങ്കിലും പ്രത്യേകിച്ച് പറയപ്പെടുന്നത് ലികുല്ലി ബൈത്തിൻ റാഖിൻ എന്നാണ്. ലികുല്ലി ബൈത്തിൻ റാഖിൻ, ഓരോ വീട്ടിലും ഒരു റാഖി ഉണ്ടാവണം, ഒരു മന്ത്രവാദി ഉണ്ടാവണം. ഓരോ വീട്ടിലും ഒരു മന്ത്രവാദി വേണമത്രേ. ഓരോ വീട്ടിലും ഒരു ആലിം വേണമെന്ന് പറയലുണ്ട്. ഓരോ വീട്ടിലും ഒരു ഹാഫിദ് വേണമെന്ന് പറയലുണ്ട്. ഇതുപോലെ ഓരോ വീട്ടിലും ഒരു റാഖി വേണമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്ദരമായ മതത്തെ അതിനെ തകർത്ത് തരിപ്പണമാക്കി ഓരോരുത്തരും ഓരോരോ വശങ്ങൾ കടിച്ചു കീറി കൊണ്ടുപോകുന്ന ആ ദ്രംഷ്ടങ്ങൾ കാട്ടി തന്റെ മുന്നിലിരിക്കുന്ന ഇരയെ കടിച്ചു കീറി കൊണ്ടുപോകുന്ന ഹിംസ്രജീവികളെ പോലെ മുസ്ലിം സമൂഹം പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ കടിച്ചു കീറി നാമാവിശേഷമാക്കിയിട്ട് ആളുകളുടെ മുന്നിൽ ദ്രംഷ്ടങ്ങൾ കാട്ടി ചിരിക്കുമ്പോൾ അതിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ അതിന്റെ വക്താക്കളായി ജീവിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞാൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം വേറെ, പിൽക്കാലത്ത് കടന്നു വരുന്നത് വേറെ. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമദാനിന്റെ രാത്രികൾ ഏറ്റവും പുണ്യകരങ്ങളായ രാത്രികൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 കടന്നു വന്നാൽ അവിടെ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള പ്രത്യേക പരിശ്രമം, പ്രത്യേകമായ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം. അവർക്ക് അരമുണ്ട് അവിടുന്ന് മുറുക്കി കെട്ടുകയാണ്. അരമുണ്ട് കെട്ടുക, നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, കച്ച മുറുക്കുക. അംഗത്തിന് മുമ്പ് കച്ച മുറുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ഇതുപോലെയാണ് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 കടന്നു വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരമുണ്ട് മുറുക്കി കെട്ടുകയാണ്. എന്നിട്ടോ അവിടുന്ന് രാത്രികൾ മുഴുവനും നിദ്രാവിഹീനങ്ങളാണ്. അവിടുന്ന് മാത്രമല്ല, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ കുടുംബക്കാര് മുഴുവനും അവിടുത്തെ അഹ്ലിനെ റസൂലുള്ളാഹി തട്ടി വിളിക്കുകയാണ്. എഴുന്നേൽക്കൂ, ഉറങ്ങാനും ഒക്കെ സമയമില്ല, ഉറങ്ങാനുള്ള രാത്രികളല്ല. ഉണർന്നെഴുന്നേറ്റിരുന്നു കൊണ്ട് പ്രപഞ്ചനാഥനോട് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് തന്റെ പാപങ്ങളെ കുറിച്ച് റബ്ബിനോട് സംസാരിച്ചുകൊണ്ട് തന്റെ പാകപ്പിഴകളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ ഇന്നക
ഇന്നക അഫുവൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാഹ് എന്ന റബ്ബിനോട് പറയേണ്ടുന്ന രാത്രികളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അവസാനത്തെ 10 ഒറ്റയായ രാവുകൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതാണ്. പള്ളികളിൽ സജീവമാകേണ്ടതാണ്. അത് ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികൾ വരെ പള്ളികളിൽ ഇരിക്കേണ്ടതാണ്. ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. മുൻഗാമികളെല്ലാം അത് പഠിപ്പിച്ചതാണ്. അങ്ങനെ പോകുന്നവരാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ നമ്മൾ ഈ പള്ളിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടുന്ന ഈ വർഷത്തിലെ ആദ്യത്തെ രാത്രിയിൽ ഈ പള്ളിയിൽ അൽഹംദുലില്ലാ സജീവമായി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾക്ക് വിശ്രമമില്ല. ഇന്നും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇരിക്കാൻ നമ്മൾ അന്ന് ഇരുന്ന ആളുകളും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഇനിയും ധാരാളം ആളുകൾ, സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, സ്ത്രീകളും ഇൻഷാ അല്ലാഹ് പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ധാരാളം ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി സജീവമാവണം. അങ്ങനെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്യണം. ഇത് റസൂലുള്ളാഹിന്റെ ചര്യയാണ്. അത് അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്. അതിൽ പരിശുദ്ധ ഖുർആൻ പാരായണവും ഖുർആൻ പഠിക്കലും അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കലും ഒക്കെയായി രാത്രി മുഴുവനും സജീവമായി നിലനിൽക്കേണ്ടതാണ് ഈ രാത്രികൾ. ഇന്നത്തെ രാത്രിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് സമൂഹത്തിലേക്ക് കടന്നു വന്നൊരു പുതിയ ആചാരം. കേരളക്കരയിൽ എനിക്ക് തോന്നുന്നു കേരളക്കരയിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കാൻ പഠിപ്പിച്ചപ്പോ ചില ആളുകൾ തങ്ങളുടെ സ്വന്തം നിലക്കുണ്ടാക്കിയെടുത്തതും നാട്ടുകാരെടുത്ത് നിന്ന് പിരിവെടുത്ത് വാങ്ങിയതുമായ ഒരു പാടം മുഴുവനും വളച്ചു കെട്ടിയിട്ട് അതിലേക്ക് ആളുകൾക്ക് നിൽക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി. അതിന് ആത്മീയ ഭൂമി എന്ന പേരും നൽകി. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തെറിയുന്ന ദാരുണമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങൾ പഠിക്കണം. എന്തിന്റെ പേരിലാണ്? അത് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 27ാം രാവ്. പലപ്പോഴും പണ്ഡിതന്മാരൊക്കെ ഭൂരിപക്ഷവും ഏകോപിച്ചത് 27ാം രാവിനാകാനാണ് സാധ്യത എന്നാണ്. എന്നാൽ ഒറ്റയിട്ട രാവുകൾ എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണെന്ന് ഹദീസിൽ കാണാം. ഒരല്പം മുൻതൂക്കം 27ാം രാവിനുണ്ടെന്ന് മാത്രം. അങ്ങനെയാണ് ചില ഹദീസുകൾ എന്നൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ അതിന്റെ പേരിൽ 27ാം രാവ് എന്നുള്ളത് മാത്രം കരുതിയിട്ട് അതിനുവേണ്ടി ആബാലവൃദ്ധം ജനങ്ങളെയും തടിച്ചുകൂടി അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് ദിക്ർ ചൊല്ലേണ്ട ആളുകളെ, ഖുർആൻ പാരായണം ചെയ്യേണ്ടുന്ന ആളുകളെ, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ആളുകളെ, ഏതോ ഒരു പുതിയ സ്വലാത്ത് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത സ്വലാത്ത്, ആ സ്വലാത്തിന്റെ പേരിൽ കോടികൾ തട്ടിപ്പ് നടത്താൻ, കോടികൾ പിറ്റഴിക്കാൻ, കോടികൾ പിഴിഞ്ഞെടുക്കാൻ ഒരു പ്രത്യേകമായ സദസ്സിലേക്ക് ക്ഷണിച്ച് അവിടെ ഇരിക്കുക എന്ന സമ്പ്രദായം ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ ബിദ്അത്താണ്. ഏറ്റവും വലുതും പുതിയതുമായ ബിദ്അത്താണ്. നിങ്ങൾ ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ ആളുകൾ അതെങ്ങനെ ബിദ്അത്താകാൻ, അതെങ്ങനെ ബിദ്അത്താകും? അള്ളാന്റെ റസൂല് പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞ പാടത്തിരിക്കണം എന്ന് പറഞ്ഞത് ബിദ്അത്തല്ലേ? പള്ളിയിൽ എത്തിക്കാതിരിക്കണം. അവിടുന്ന് ഭാര്യമാര് വരെ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബിദ്അത്താണ് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല. ആധുനിക സെലഫികൾ എന്ന് വിളിക്കപ്പെടുന്ന ചില ആളുകൾ ഇപ്പോഴും അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കി തുടങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങളൊന്നും അങ്ങനെ പള്ളിയിൽ പോകേണ്ടതിലൊക്കെ വീട്ടിൽ കരിച്ചാൽ മതി. ചില ആളുകൾ അങ്ങനെയും വാദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾ പള്ളിയിൽ തന്നെ എത്തിക്കാതിരിക്കണം എന്നില്ല. എത്തിക്കാതിരിക്കണമെങ്കിൽ തന്നെ 3 പള്ളിയിലേ പോകാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ മക്കയിൽ, അല്ലെങ്കിൽ മദീനയിൽ, അല്ലെങ്കിൽ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ്. ഇത് 3 പറ്റൂ, വേറൊന്നിലും പറ്റൂല എന്നാ അങ്ങനെയും ബാധിക്കുന്നു. ഗുണമില്ലേ? അങ്ങനെ ആയിട്ടാൽ പിന്നെ രാത്രി കിടന്നുറങ്ങാലോ. എത്തിക്കാപ്പ് എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇരിക്കേണ്ട, വീട്ടിൽ. ഈ സമൂഹത്തെ ഇങ്ങനെ പിന്നോട്ട് വലിക്കുക, ഈ സമൂഹത്തെ പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് വലിച്ചടക്കി കൊണ്ടുപോയി തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാക്കി വാർത്തെടുക്കുക. അങ്ങനെ റാൻമൂളികളായ ഒരു സമൂഹം ഉണ്ടാവണം. അവരോ എന്നാ പിന്നെ അതിനെപ്പറിയില്ല, ഒക്കെ വലിയ വലിയ ആലിമീങ്ങളല്ലേ, ആ ആലിമീങ്ങൾ പറഞ്ഞ കുറ്റാവോ തെറ്റാവോ എന്ന ഒരു
പുതിയ ചിന്താധാര കെട്ടിപ്പടുക്കുന്നതിലേക്ക് സമൂഹം തെന്നിമാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പ്രത്യേകത. അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ധാരാളം ഹദീസുകളിൽ 3 പള്ളിയിൽ മാത്രമേ പാടുള്ളൂ എന്ന് വന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞ വാചകത്തിൽ വിശാല അർത്ഥമുണ്ട് ഏത് പള്ളിയിൽ, പക്ഷെ ഈ 3 പള്ളിക്ക് പ്രത്യേകത ഉണ്ടെന്ന് മാത്രം. ഞാൻ ഉദാഹരണങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നേർച്ചയാക്കുകയാണ്, എനിക്ക് ഇഅ്തികാഫ് ഇരിക്കണം എന്ന് നേർച്ചയാക്കി. എവിടെ ഇഅ്തികാഫ് ഇരിക്കാൻ നേർച്ചയാക്കി? മക്കത്തെ പള്ളിയിൽ റമദാനിലെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കാനായി ഞാൻ നേർച്ചയാക്കുന്നു എന്നൊരാൾ കരുതിയാൽ കോട്ടക്കൽ പള്ളിയിൽ ഇരുന്നാൽ ശരിയാവൂല. അതയാളുടെ സ്വന്തം നാട്ടിലിരുന്നാലും ശരിയാവൂല. അതിന് മക്കത്തെ പള്ളിയിൽ തന്നെ ഇരിക്കണം. കാരണം അതിന്റെ ശ്രേഷ്ഠത ഇതിനില്ല, ആ പള്ളിയുടെ പ്രത്യേകത ഇതിനില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഇരിക്കണം അയാൾ. അതേസമയത്ത് ഒരാൾ നേർച്ചയാക്കുകയാണ്, ഞാൻ കോട്ടക്കൽ പള്ളിയിലെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാൻ നേർച്ചയാക്കുന്നു എന്ന് കരുതിയാൽ പിന്നെ അയാൾ ലോകത്തെ ഏത് പള്ളിയിൽ ഇരുന്നാലും അത് സഹിയാണ്, ഏത് പള്ളിയിൽ ഇരുന്നാലും സഹിയാകും. കാരണം ഈ പള്ളിയും മറ്റു പള്ളികളും സാധാരണ പോലെ ആയതുകൊണ്ട് ഏത് പള്ളിയിലും ഇരിക്കാം. ഈ ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പള്ളികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ശ്രേഷ്ഠതയെ എടുത്തുദ്ധരിച്ചിട്ട് 3 പള്ളിയിലല്ലാതെ പാടില്ല എന്ന് പറയുകയും പാവപ്പെട്ട ജനങ്ങളെ പള്ളിയിലിരിക്കുന്ന ആ പ്രതിഫലത്തിൽ നിന്ന് പോലും വലിച്ചു കൊണ്ടുപോകാൻ പൈശാചിക ദുർബോധന അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മൾ കാണുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളിയിൽ എത്തിക്കാതിരിക്കണം. അത് സ്ത്രീകളോ, നമ്മളെ നാട്ടിൽ വന്ന മറ്റൊരു വിധേയത്താണ്, സ്ത്രീകൾ പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ പാടില്ല. ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം ഇമാം നബവി റഹിമഹുല്ലാ തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത്, ഇഅ്തികാഫ് എന്ന് പറയുന്നത് ലാ യസ്ഹു ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയിലല്ലാതെ ശരിയാവൂല. ഞാൻ ഉദാഹരണം പറയാം. ഒരു പെണ്ണ് അവരുടെ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി റൂം സജ്ജമാക്കി, വീട്ടിലെ പള്ളി നമ്മൾ പറയില്ലേ, അങ്ങനെ സജ്ജമാക്കി. അവിടെ ഇരുന്നാൽ ഇഅ്തികാഫ് ശരിയാവോ? ശരിയാവൂല. അത് ജമാഅത്ത് നടക്കണ പള്ളിയല്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് ഇരിക്കണം. എന്നിട്ട് ഇമാം നബവി റഹിമഹുല്ലാ പറയാണ്, പള്ളിയിലെ പറ്റൂ എന്നത് ശാഫിഈ മദ്ഹബിന്റെ നിയമമാണ്. അതുപോലെ മാലിക്കി മദ്ഹബിലും അങ്ങനെയാണ്. അങ്ങനെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടു. അതിന്റെ ബാക്കിയാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ മിഷ്കാത്തി അവர்கள் ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ എങ്ങാനും വീട്ടിലിരിക്കൽ പുണ്യമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ഖൈറായിരുന്നുവെങ്കിൽ, അതേ രൂപത്തിൽ പറഞ്ഞ മറ്റൊരു വാചകം ലസബഖൂന ഇലൈ, അതിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവിടുത്തെ സ്വഹാബി വനിതകൾ അവരതിലേക്ക് മുന്നിട്ട് പോകുമായിരുന്നു. കാരണം വീട്ടിലിരിക്കലാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമയവും അവളുടെ കാര്യങ്ങൾ നടക്കാൻ നല്ലത്. കാരണം വീട്ടിലാണ് അവളുടെ ജോലിയുള്ളത്, വീട്ടിലാണ് കുട്ടികളുള്ളത്, വീട്ടിലാണ് ഭർത്താവുള്ളത്, വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കല്, കുളിക്കല്, അലക്കല് എല്ലാം വീട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെ തന്നെ അപ്പോഴും പ്രവാചകന്റെ ഭാര്യമാര് പള്ളിയിലാണ് ഇഅ്തികാഫിരുന്നത്. അതിന്റെ അർത്ഥം പള്ളിയിലെ പറ്റൂ, വേറൊരു സ്ഥലത്തും പറ്റൂല. അതുകൊണ്ട് സ്ത്രീകളോട് ഞാൻ പറയാം, ചില ആളുകളൊക്കെ അഭിപ്രായം ചോദിച്ചിരുന്നു, ഇങ്ങനെ വീട്ടിലിരുന്നാല് പിന്നെ ശരിയാകുമോ എന്ന്. വീട്ടിലിരുന്നാൽ ഹയാത്താക്കിയതിന്റെ കൂലി കിട്ടും, പക്ഷെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നതിന്റെ കൂലി കിട്ടൂല. പള്ളിയിലിരുന്നതിന് പ്രത്യേക പ്രതിഫലം അത് കിട്ടൂല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കാനും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ചിട്ട് പിൽക്കാലത്ത് ആരോ കെട്ടിയുണ്ടാക്കിയ പുതിയ ആശയങ്ങളുമായി ചില ആളുകൾ കടന്നു വരുന്നു. അങ്ങനെ പാടത്തും പറമ്പത്തും വളച്ചു കെട്ടിയിട്ട് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ലെ ഒറ്റയായ രാവുകളെല്ലാം ഇത്തരം മലീമസമായ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിന്റെ അപകടം നിങ്ങൾ ശരിക്കും പഠിക്കണം. അതിന്റെ അപകടം എത്രത്തോളം എന്ന് വെച്ചാൽ, അതാണ് ഈ പ്രാവശ്യത്തെ പോസ്റ്റർ നമ്മൾ കണ്ടത്. എന്താ, ആദ്യകാലമൊക്കെ സ്വലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞ് ഇപ്പോഴതിന്റെ പേര് ആത്മീയ ഭൂമി എന്നതിലേക്ക് മാറിയെങ്കിൽ ഈ ബിദ്അത്തിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലയോ റസൂലോ ആത്മീയ ഭൂമിയായി അറിയിച്ചു തരാത്തൊരു കാര്യത്തെ സുനഹദോസ് കൂടിയിട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് പോലെ വാഴ്ത്തപ്പെട്ടവരായും വാഴ്ത്തപ്പെട്ട സ്ഥലങ്ങളായും
പ്രത്യേക വിശുദ്ധ ഭൂമിയായൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവ സ്ഥലങ്ങളും ക്രൈസ്തവ പാതിരിമാരെ കുറിച്ചും അവരുടെ സുനഹദോസ് തീരുമാനിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാർ കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിച്ചിട്ട് ആ സ്ഥലത്തിന് മലപ്പുറത്ത് മുട്ടിപ്പടി എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തെ സ്ഥലത്തിന് ആത്മീയ ഭൂമി എന്ന പേരും നൽകിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കും. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നത് എന്തോ അതല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എത്രത്തോളം എന്നറിയുമോ? ഒരു വാചകത്തിന് പോലും റസൂലുള്ളാഹിന്റെ വാക്കിന് എതിരായി സംസാരിച്ചുകൂടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് രാത്രി കിടക്കാൻ നേരത്തെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ കിടക്കാൻ നേരത്തെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ, അവിടെയും ചില വസ്വാസികളും പുതിയ തരത്തിലുള്ള വിദേഹത്തുകളും കടന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ചില ആളുകൾ പറയും കിബിലക്ക് നേരെയാണ് കിടക്കേണ്ടത്, കിബിലക്ക് നേരെ അല്ലാതെ കിടക്കാൻ പറ്റൂല. ഒരിക്കലും ഒരു ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദെ ഞാനൊരു ഫ്ലാറ്റിൽ ഇപ്പം താമസം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉസ്താദ് വന്ന് പറഞ്ഞത് പിന്നെ കട്ടിൽ നിങ്ങൾ കിബിലക്ക് നേരെ ഇടണമെന്നാണ്. കട്ടിൽ കിബിലക്ക് നേരെ ഇടാനും പറ്റുന്നില്ല, ഇട്ടാലാണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇട്ടാൽ തന്നെയും പിന്നെ എനിക്കൊരു സൗകര്യം ഉണ്ടാവില്ല, ആകെ പ്രയാസം, എന്താ ചെയ്യാറ്? അപ്പോൾ കട്ടിൽ എങ്ങനെ ഇടണം? തെക്ക് വടക്കിട്ടാൽ മതിയോ അതോ കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെ ഇടാന്ന്? ഞാൻ പറഞ്ഞു, അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, നിങ്ങൾ കിടക്കാൻ നേരത്ത് വലതുവശം തിരിഞ്ഞു കിടക്കുക, വലത് കൈ വലത് കവിളിൻ്റെ അടിയിലേക്ക് ചേർത്ത് അങ്ങനെ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുക എന്നേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിൽക്കാലത്ത് ഓരോരുത്തരുണ്ടാക്കിയെടുത്ത പുതിയ പുതിയ ആശയങ്ങളാണ്. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ, അയാള് അമേരിക്കൻ നേവിയിൽ പണിയെടുക്കുന്ന ആളാണ്, അയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന്. കാരണം എന്താ? ഞാൻ ഏറെ ടെൻഷൻ, അത് എന്ത് ചെയ്യുമെന്നറിയാതെ ബേജാറാവുകയാണ്. ഇത്രയുള്ളൂ റസൂൽ പറഞ്ഞത്. എന്നാ എനിക്ക് ഈസിയായി, എൻ്റെ കട്ടിൽ എങ്ങനെയെങ്കിലും ഇട്ടാൽ മതി, ഞാൻ കിടക്കണം അങ്ങോട്ട് തിരിഞ്ഞു കിടന്നാൽ മതിയല്ലോ. നമ്മുടെ നാട്ടിലെ ആളുകൾ അവിടെയും പുതിയ വിദ്യാർത്ഥികൾ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കുകയാണ്, പൊതുജനങ്ങളെ പാട്ടിലാക്കുക. ഇവിടെ അങ്ങനെ കിടക്കാൻ പറ്റൂല, കിടന്നാൽ ആകെ പ്രശ്നമായിരിക്കും, അതുകൊണ്ട് തിരിച്ചൊരു കട്ടില്. അതിന് മയ്യത്ത് കിടക്കുന്ന വിഷയത്തിലും ഒക്കെ ആകെ പ്രശ്നമാക്കിയിട്ട് സമൂഹത്തിനിടയിൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ അർത്ഥതലങ്ങളും നിശ്ചയിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ അങ്കലാപ്പിലാക്കുകയാണ്. അപ്പൊ റസൂലുള്ള പറയുന്നു, കിടക്കുമ്പോൾ നീ അങ്ങനെ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടന്ന് അവസാനമായി നീ സംസാരിക്കേണ്ടുന്ന വാക്ക് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക ووجهت وجهي إليك وفضلت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥന? പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനകൾ പലതും ചൊല്ലുന്നതിൽ മടി കാണിക്കുന്നവരാണ്, പ്രാർത്ഥനകൾ പലപ്പോഴും മറന്നുപോകുന്നവരാണ്. റസൂലുള്ള പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, അതുപോലെ തന്നെ കക്കൂസിലേക്ക് കയറുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉണർന്ന് എഴുന്നേറ്റാൽ, അങ്ങനെ തുടങ്ങുന്ന ധാരാളം പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന പ്രാർത്ഥനകളുണ്ട്. പക്ഷേ പ്രാർത്ഥനകൾ അറിയുന്ന ആളുകൾ വളരെ വിരളമാണ്. അതിനൊരു ചെറിയ പരിപാടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മളിവിടെ പള്ളിൻ്റെ ലൈബ്രറി ഉണ്ടല്ലോ, ലൈബ്രറി പുസ്തകങ്ങളൊക്കെ വെക്കുന്ന അവിടെ കുറേ സ്റ്റിക്കർ കാണും. ആ സ്റ്റിക്കർ വാങ്ങിക്കൊണ്ടുപോവാ വീട്ടിലേക്ക്, എന്നിട്ട് അവിടെ ഒട്ടിക്കാം. ബാത്റൂമിലേക്ക് കയറുന്നതിന് അപ്പുറത്ത് ഇപ്പുറത്ത് ഒട്ടിച്ചു വെക്കുക. കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. വീട്ടിൻ്റെ പുറത്തും അകത്തും ഒട്ടിക്കാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോഴുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനകൾ ഉറങ്ങാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഇപ്പുറത്ത് കൊട്ടിച്ചു വെക്കുക, കിടക്കാൻ നേരത്തുള്ള പ്രാർത്ഥന. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ മനപ്പാടാകും, ശീലമാകും. ഇതൊക്കെ ഒരു പ്രചോദനങ്ങളാണ്, ഒരു ദാലാണ്, നിങ്ങൾക്ക് പിന്നെ മോട്ടിവേഷൻ നൽകാൻ. അത് കാണും, അത് പറഞ്ഞില്ലല്ലോ, കയറാൻ പറഞ്ഞിട്ട് കയറുക.
വീട് തുറക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തന്നെ ഡോറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കയറുമ്പോഴുള്ള പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് കയറാം. വീട് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ അത് അവിടെ എഴുതിയിട്ടുണ്ട് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അത് ചൊല്ലിയിട്ട് ഓർമ്മ വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് വാങ്ങിയിട്ട് കൊണ്ടുപോയി ഒട്ടിക്കുക. വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരും അത് വാങ്ങണം. വാങ്ങിക്കൊണ്ടുപോയി ഒട്ടിച്ചാൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് ഇത്തരം പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ ഞാൻ എൻ്റെ ശരീരത്തെ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ നഫ്സിനെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് നേരിടിച്ചിരിക്കുകയാണ്. എന്റെ കാര്യങ്ങളൊക്കെ നാഥാ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവേ ഞാൻ എന്റെ പാർശ്വത്വം നിന്നിലേക്ക് ചേർത്ത് വെക്കുകയാണ്. നിന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും നിന്നെ ഭയപ്പെട്ടുകൊണ്ടും അല്ലാഹ്. എന്നിട്ട് അവൻ പറയാൻ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ലാ മൽജ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്. അല്ലാഹുവേ നിന്നിൽ നിന്നല്ലാതെ നിന്നിലേക്കല്ലാതെ ഒരു അഭയവും ഇല്ല നാഥാ, ഒരു രക്ഷാസങ്കേതവും ഇല്ല. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വബിനബീകല്ലദീ അർസൽത, നീ അയച്ചു തന്ന ദൈവദൂതനുണ്ടല്ലോ ആ പ്രവാചകനിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. ഇത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു സഹാബത്തിന്. സഹാബികൾ അതിങ്ങനെ കാണാതെ പഠിച്ചു. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലേ, എത്ര ആളുകൾക്ക് കാണാതെ അറിയാം പ്രാർത്ഥന? എത്ര ആളുകൾക്കറിയാം? കൈപൊക്കാൻ പറയാൻ നാണക്കേടാണ്. അത് എനിക്ക് നാണക്കേടാണ് അല്ലേ, കൈ പൊക്കാൻ പറയുന്നില്ല. പക്ഷെ ഓരോരുത്തരും കൈ നെഞ്ചത്ത് വെച്ച് ആലോചിച്ചാൽ മതി, എനിക്ക് ആ പ്രാർത്ഥന അറിയോ? റസൂല പഠിപ്പിക്കാണ്, ഇത് നീ പറഞ്ഞ അവസാനത്തെ വാക്കിതാക്കിയാൽ നീ മരിച്ചാലോ, നീ മരിച്ചാൽ നീ ശുദ്ധ പ്രകൃതിയുടെ മേൽ മരിച്ചിരിക്കുകയാണ്. ശുദ്ധ പ്രകൃതി അതേതാ? ശുദ്ധ പ്രകൃതി പരിശുദ്ധ ഇസ്ലാം. പരിശുദ്ധ ഇസ്ലാം, ആ ശുദ്ധ പ്രകൃതിയിൽ നീ മരിച്ചുപോയി. വൈൻ അസ്ബഹിത, ഇനി നീ നേരം വെളുത്ത് എഴുന്നേറ്റാലോ അസ്ബഹിത ഖൈറാ, നീ നന്മയിലാണ് എഴുന്നേറ്റ് വരുന്നത്. അത്രയും പുണ്യകരമായ ഒരു പ്രാർത്ഥന. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളെ നാട്ടിലെ ആളുകൾ ഉണ്ടാക്കുന്ന പുതിയ വാദങ്ങൾ എത്രത്തോളം അറിയോ? ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് എനിക്കൊരു കോൾ വന്നു. ആ ഫോൺ കോളിൽ ഒരു നവമുസ്ലിമായ മനുഷ്യൻ്റെ ആശങ്കയും പ്രയാസവുമാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരാൾക്ക് കൊടുക്കാം, അയാൾ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് മുസ്ലിം ആയതാണ്. പിന്നെ ആദ്യം ഭാര്യയും ഭർത്താവും കൂടെ മുസ്ലിമായി, പിന്നെ കുട്ടികൾ അവരെ കൂടെ വന്നിട്ടുണ്ട്, ചെറിയ കുട്ടികളാണ്. പിന്നെ അയാൾക്ക് കുറേ വിഷമങ്ങളുണ്ട്, കുറേ പിന്നെ ബേജാറുണ്ട്, നിങ്ങളോട് സംശയം ചോദിക്കാനാണ്. അങ്ങനെ ഫോൺ എൻ്റെ കയ്യിൽ ചോദിക്കുമ്പോൾ എന്താ വിഷയം? ഈ ഭാര്യയും ഭർത്താവും ഒരു മുസ്ലിങ്ങളായി, അവരെ കൂടെയുള്ള ചെറിയ കുട്ടികളുണ്ടല്ലോ, ആ ചെറിയ കുട്ടികൾ കാഫിറാണത്രേ. ആ ചെറിയ മക്കൾ കാഫിറുകളാണ്. പ്രായപൂർത്തിയായ ശേഷം അവരെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കണം, ഇല്ലെങ്കിൽ അവർ കാഫിറുകളായി തന്നെ ജീവിക്കും. ഏതോ ഒരു മുസ്ലിയാർ ഫത്വ കൊടുത്താണ്. അതിൽ ഈ പാവ ആകെ ബേജാറിലാണ്. പഠിച്ചോനെ ഞങ്ങൾ രണ്ടാളും മുസ്ലിം, ഈ കുഞ്ഞുങ്ങൾ കാഫിറുകളായിട്ടാണല്ലോ പഠിച്ചോനെ വളരുന്നത് എന്നുള്ള ബേജാറിൽ ഇയാൾ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞൊരു ഹദീസുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു, അപ്പോൾ അവന്റെ ബാപ്പയും ഉമ്മയും അവരാണ് ആ കുട്ടികളെ യുഹബ്ബിദാനിഹി വ യുനസ്സിറാനിഹി, യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി, അവനെ യഹൂദിയാക്കി തീർക്കുന്നത്, നസറാണിയാക്കി തീർക്കുന്നത്, അഗ്നി ആരാധകനാക്കി തീർക്കുന്നത് പിതാവും മാതാവും കൂടിയാണ്. അവർ പ്രായപൂർത്തിയാകുന്നത് വരെ അവർ ശുദ്ധ പ്രകൃതി തന്നെയാണ്. അത് കഴിഞ്ഞാണ് തെക്ലീഫ് വരിക. ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? ആ സമയത്ത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ ചൊല്ലണം. ചെറിയ കുട്ടികൾക്ക് എന്ത്, വാപ്പയും മുസ്ലിമായ പിന്നെ ഓല അങ്ങനെയല്ലേ വരെയുള്ളൂ? ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളാ പറഞ്ഞ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്ക്, എൻ്റെ ഈ രണ്ട് കുട്ടികൾ കൂടെ വെച്ചെങ്ങ് മരിച്ചുപോയാൽ, ഇപ്പം മരിച്ചാൽ ആ കുട്ടികൾ നരകത്തിലോ സ്വർഗത്തിലോ?
ആ കുട്ടികൾ നരകത്തിലോ സ്വർഗത്തിലോ പോവുക? ഉത്തരം സ്വർഗത്തിലെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അത് കാഫിറിന്റെ ആണെങ്കിലും മുശ്രിക്കിന്റെ ആണെങ്കിലും ഏതിന്റെ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെറിയ കുട്ടിയായിരിക്കെ മരിച്ചാൽ ആ കുട്ടികൾ സ്വർഗത്തിലാണ്. കാരണം അവർ കുഫറും ശിർക്കും തൗഹീദും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമില്ല. അവർ ജനിച്ചു വരുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കണമെന്ന ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച്, ഓരോരുത്തരും വായിൽ തോന്നുന്നു കോതക്ക് പാട്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ ആലിമാണെന്നൊരു തോന്നൽ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് 10 പറയാ. വേറൊരുത്തരും തോന്നുന്നു ഓനാണ് വലിയ ആള്, ഓൻ കണ്ടതാണ് ശരി തോന്നി ഓൻ അടിച്ചുവിടുക. അതിനിടയ്ക്ക് ഈ പാവപ്പെട്ട ജനങ്ങളാകെ തശ്വീശിലാകുക. ഓലെന്ത് ചെയ്യണമെന്നറിയില്ല, അതാണ് ശരി ഇതാണ് ശരി, എന്തപ്പോ കാട്ടെന്ന് ആകെ ബേജാറിലാണ്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയിട്ട് കിടന്നാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഈ പ്രാർത്ഥന പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചൊല്ലിക്കൊടുക്കുന്നു, പാഠം കേൾപ്പിക്കുകയാണ്. അങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ സഹാബി പറഞ്ഞു, ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത വബി റസൂലിക്കല്ലദീ അർസൽത. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് സഹാബി പഠിപ്പിച്ചു വായിച്ചു കൊടുക്കുകയാണ്. വബി നബിയിക്കല്ലദീ അർസൽത എന്നിടത്ത് വബി റസൂലിക്കല്ലദീ അർസൽത. ഇതിങ്ങനെ കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർത്ത്, അത് പറയണ്ട, ഞാൻ പഠിപ്പിച്ചു തന്നത് പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി റസൂൽ എന്ന 2 പദം ചേർത്ത് വെച്ചാൽ നബിയിനേക്കാൾ അഗ്ലബും അത്തമ്മുമായത് അഫ്ളലുമായത് റസൂൽ എന്ന പദം തന്നെയാണ്. കാരണം എല്ലാ റസൂലുമാരും നബിയാണ്, എല്ലാ നബിമാരും റസൂലുമാരല്ല. റസൂൽ എന്ന പദവിയാണ് ഏറെ മുന്നിൽ നിൽക്കുക. ആ റസൂൽ എന്ന പദം തന്റെ ഹബീബിന് ഇരിക്കട്ടെ എന്നൊരു സഹാബി ആലോചിക്കുമ്പോൾ, അത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേണ്ട, ഞാൻ പഠിപ്പിച്ചു തന്നത് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? അതൊരു വലിയ സംഭവം റസൂൽ പഠിപ്പിച്ചു കൊടുത്താണ്. അതെന്താ? പിൽക്കാലത്ത് ഓരോരുത്തർ റസൂൽ കുഴപ്പമില്ല, അതിന് സമാനമായ പദങ്ങളൊക്കെ പറയാൻ കേട്ടോ, കുഴപ്പമില്ല പറഞ്ഞോളി എന്ന് വിട്ടാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും. ഇന്ന് കണ്ടില്ലേ സ്വലാത്തുകൾ, എത്ര സ്വലാത്താണ്? സ്വലാത്തുൽ നാരിയത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ താജ്, സ്വലാത്തുൽ കമാലിയത്ത്, അഅ്ളമുസ് സ്വലാത്ത്, അങ്ങനെ തുടങ്ങുന്ന എത്ര സ്വലാത്തുകളാണ്. നിങ്ങൾ പലപ്പോഴും കാണാം, നമ്മുടെ ബന്ധുജനങ്ങളുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ 315 വക ഏട്, 218 വക ഏട്, 722 വക ഏട് എന്നൊക്കെ ആ സാധനം അപ്പം തന്നെ കീറിട്ട് കടുപ്പിലിട്ടേക്കണം. കാരണം അതിനകത്ത് ധാരാളം ശിർക്കൻ വചനങ്ങൾ കടന്നുകൂടിയ സാധനങ്ങളാണ്. മനസ്സിലായോ? റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ എന്ന് പറഞ്ഞൊരു സ്വലാത്തുണ്ട്. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുള്ളതാണ് ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم اسمه مرفوع مشفوع منقوش باللوح والقلم جسمه معطر مطهر منور في البيت والحرم എന്ന് തുടങ്ങുന്ന സ്വലാത്തു താജ്. അതിൽ എന്താ ആദ്യം പറഞ്ഞറിയോ? اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والألم. അതാദ്യം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങളാണ്. റസൂലുള്ള ബുറാഖ്, അതുപോലെ തന്നെ മേറാജ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ 1-2 വാക്കുകളാണ്. പിന്നെന്താ? ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം. ദാഫിഉൽ ബലാ, വിപത്തുകളൊക്കെ തട്ടി നീക്കുന്നയാള്. വൽ വബാഇ, വബാ എന്ന് പറഞ്ഞാൽ കോളറ പോലെ പടർന്നു പിടിക്കുന്ന മഹാമാരികൾ. വൽ ഖഹ്തി, ക്ഷാമവും, വൽ മറദി, രോഗവും, വൽ അലം, വേദന, അങ്ങനെ തുടങ്ങുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തടുക്കുന്ന ഒരു പ്രതിരോധകനാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വലാത്ത് ഉണ്ടാക്കി എന്നിട്ട് പറയുന്നു, സ്വലാത്ത് ചൊല്ലിക്കോളി, നിങ്ങൾക്ക് എല്ലാവർക്കും റസൂലുള്ളാഹിനെ സ്വപ്നം കാണാം. അതിന് വേണ്ടി ഒരു സ്വലാത്ത്. പിന്നെ പൂട്ട് തുറക്കാൻ ഒരു സ്വലാത്തുണ്ട്.
സ്വലാത്തുൽ ഫാത്തിഹ് എന്നാണ് പേര്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വൻ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ, പൂട്ടപ്പെട്ടു പോയതൊക്കെ തുറക്കുന്നയാള്, എല്ലാം താക്കോലാണ് ഇത്. അതൊരു സ്വലാത്ത്. അങ്ങനെ ഒരു സ്വലാത്ത്. ഇങ്ങനെ പിന്നെന്താണ് നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞ സാധനം. നാരിയത്ത് എന്ന പേര് തന്നെ അതിന് വന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, നിശ്ചയപ്രകാരമാണെന്ന് പറയേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ ഓരോ സ്വലാത്തും അത് എഴുതിയ ആളോ അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാ പറയാം. ഇബ്രാഹിം നാസി എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടാക്കിയ സ്വലാത്ത് എങ്ങനെ സ്വലാത്തു നാരിയത്തായി മാറി? അത് അച്ചടിപ്പശകാണ്. അച്ചടിപ്പശക് പലതിലും പറയലുണ്ട്. ചില അച്ചടിപ്പശകൊക്കെ തിരുത്താൻ പോയ വലിയ കുടുങ്ങും. അതുപോലെ അച്ചടിപ്പശക് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മൗലിദ് കിതാബിന്. അതേതാ ജാല മുഹമ്മദ് മൗലിദിൽ ഒരു റസൂലുള്ളാഹിന്റെ മൗഇസത്ത് പറഞ്ഞെടുത്തൊരു അച്ചടിപ്പശക് വന്നത്രേ. ബദർ യുദ്ധത്തിൽ 12,000 ആളുകൾ അതാ പിന്തിരിഞ്ഞോടി. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അത് അക്ഷരത്തെറ്റാണ്. ഇസ്നാ അശറ അൽഫ റജുൽ എന്നുള്ള തെറ്റാണ്. അതിൽ പിന്നെ ഈ ഇസ്നാ അൽഫങ്ങ് വെട്ടിയാൽ മതി, ഇപ്പൊ ശരിയാവുന്നു. അപ്പൊ നോക്കുമ്പോൾ പൻഹസമ ഇസ്നാ അശറ റജുലിൻ, 12 ആളുകൾ. അല്ല, 12 ആളുകളൊക്കെ ഓടുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മൾ തന്നെ ഒരു കല്ലെടുത്തെറിഞ്ഞ ഓടൂലേ. നമ്മളെ നാട്ടിലൊരു സക്കാബി ഒരു കുപ്പീൻ്റെ എന്താണ് അരിഷ്ടക്കുപ്പീൻ്റെ മൂട് മുറിച്ചിട്ട് എറിഞ്ഞിട്ട് 50 ആൾ ഓടി എന്ന് പറഞ്ഞേക്കണേ. 50 ആളെ ഓടിക്കണത്. അങ്ങനെ വരുമ്പോൾ ബദറിൽ 12 ആൾ ഓടി എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടെന്ന് വെച്ചു. അപ്പോൾ അല്ല 12 അല്ല വെട്ടേണ്ട, 12 വെട്ട് അൽഫോടെ കിടക്കട്ടെ. അപ്പോൾ പറഞ്ഞല്ല 1000 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 70 കൊല്ലപ്പെട്ട് 70 ബന്ധനസ്ഥരാക്കപ്പെട്ട് ബാക്കി ഇങ്ങനെ 1000 ഓടുക. അപ്പോൾ ഒരാൾ കേരളത്തിൽ താത്വികാചാര്യനായി കടന്നു വന്നൊരു മനുഷ്യൻ പറഞ്ഞു, അത് ബദർ മുതൽ ഹുനൈൻ യുദ്ധം വരെ ഉള്ള യുദ്ധങ്ങളിൽ മൊത്തത്തിൽ ഓടിയ ഓട്ടമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സംശയം നമുക്ക് പിന്നെ വന്നു. അപ്പോൾ യൗമ ബദറിന് ഇപ്പം കൊടുത്തതോ? ഇപ്പോഴത്തെ യൗമ ബദറിന്നുണ്ടല്ലോ, അപ്പോഴോ? അപ്പോൾ മൂപ്പര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ അർത്ഥം. അവിടെ ഓടിയത് മുശ്രിക്കുകൾ മാത്രമല്ല, അവിടെ വന്ന പിശാചുക്കളും കൂടെ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 1000 വെച്ചാൽ മതി. ഇതാണ് അക്ഷരത്തെറ്റുമ്പോൾ കിടന്നിട്ട്. കാരണം ഇല്ലാത്തൊരു സംഗതി പറഞ്ഞു വരുമ്പോൾ ന്യായീകരിച്ചൊപ്പിക്കാൻ ശ്രമിക്കണില്ല, പറ്റുന്നില്ല. അതാണ് ഈ വന്ന കുഴപ്പം. ഇതുപോലെയാണ് നാരിയത്ത് സ്വലാത്തിലും വന്ന കുഴപ്പം. നാരിയത്ത് എന്നുള്ളത് നാസിയത്ത് അച്ചടിപ്പശകിൽ നാരിയത്തായി പോയി. ഇപ്പൊ വളരെ കൃത്യമായി എൻ്റെ പേര് സ്വലാത്തുൻ നാരിയത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിൻ ആ സ്വലാത്ത് എന്താണ്? തസ്ലു, അത് എത്തിക്കും ഇലന്നാർ, നരകത്തിലേക്ക്. അപ്പം മൻസൂബുൻ ഇലന്നാർ, നരകത്തിലേക്ക് ചേർക്കപ്പെട്ട സ്വലാത്ത് എന്ന നിലക്ക് നിസ്ബയുടെ യാവ് കൂടി ചേർത്ത് നാരിയത്ത് എന്നാക്കി. അപ്പൊ സംഗതി റെഡിയായി. കാരണം എന്താ? അതിൽ പറയപ്പെടുന്നത് മുഴുവനും തന്നെയാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകരെ കൊണ്ടാണ് എല്ലാം നടക്കുന്നത് എന്ന നിലക്കൊരു പ്രയോഗം. നമ്മൾ പറഞ്ഞു മക്കളെ, അത് നാരിയത്ത് സ്വലാത്ത് ശിർക്കാണ്. അത് ശുദ്ധ ശിർക്കാണ്. ശിർക്കിന്റെ വചനങ്ങളാണത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നമ്മളോട് പറഞ്ഞു തന്നത് എനിക്കത് കഴിയില്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു തന്ന ധാരാളം മേഖലകളുണ്ട്. പക്ഷെ ഇതൊക്കെ റസൂലുള്ളാഹിക്ക്, അള്ളാഹുവിനെ കൊടുക്കേണ്ടത് റസൂലുള്ളാഹിക്ക് ചേർത്ത് പറയുന്നത് തെറ്റാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ, ധാരാളം ആളുകൾ നാരിയത്ത് സ്വലാത്തിന്റെ പ്രണേതാക്കളായിരുന്ന ആളുകളൊക്കെ മുജാഹിദിലേക്ക് വന്നു. ഓല് പറഞ്ഞു ഇനി നാരി സ്വലാത്ത് ചെല്ലൂല. എനിക്ക് തന്നെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്ത്രീ, അവരെൻ്റെ അടുത്ത് ഒരു സംശയം ചോദിച്ചു. ഞങ്ങളിങ്ങനെ നാരിയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലലുണ്ട്, ആ നാരിയത്ത് സ്വലാത്ത് ശരിയോ തെറ്റോ, എന്താണ് സംഗതി? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ തെറ്റോ ശരിയോ എന്ന് ഇപ്പം പറയുന്നില്ല, ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക വേണോ വേണ്ടത്. അങ്ങനെ ഞാനിതിൻ്റെ അർത്ഥം ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓരോ അർത്ഥം അത് ശരിയല്ല, രണ്ടാമത്തെ അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു, ആ പെൺകുട്ടി, ആ സ്ത്രീ പറയുകയാണ്, ഇല്ല ഇനി ഞാൻ നാരിയത്ത് സ്വലാത്ത് ചൊല്ലില്ല, കാരണം അത് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹുവിലേക്ക് ഉയർത്തും തുല്യമാണ്, ഞാൻ ഒരിക്കലും ചൊല്ലൂല എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് ആളുകൾ നാരിയത്ത് സ്വലാത്തിനെ വലിച്ചെറിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. ഇടക്കാലത്ത് നമ്മുടെ ഇടയിലും ചർച്ച ഉണ്ടായി, നാരിയത്ത് സ്വലാത്ത് കൊള്ളണോ തള്ളണോ എന്നായി ലാസ്റ്റ് ചർച്ച. നാരിയത്ത് സ്വലാത്ത് കൊള്ളണോ വേണ്ടോ എന്നൊരു ചർച്ച രണ്ടാമത് വന്നു.
ചില ആളുകളൊക്കെ വീറോടെ വാശിയോടെ പറഞ്ഞു, ഇല്ല, ഒരിക്കലും അത് തള്ളാൻ പറ്റുകയില്ല, അതൊന്നും ശിർക്കാണെന്ന് പറഞ്ഞുകൂടാ, കാരണം അതിലൊന്നും ശിർക്കിന്റെ വചനങ്ങളില്ല. പുറത്ത് ജനങ്ങളോട് പറഞ്ഞു, പാവപ്പെട്ട ജനങ്ങളാകെ തശ്വീശിലായി. സാധാരണ മുജാഹിദ് പ്രവർത്തകരൊക്കെ നിന്നിടത്തുനിന്ന് വിയർത്ത്, എന്താ കാര്യം, പടച്ചോനെ ഇത്രയും കാലം ഞാൻ ഉമ്മാനോട് പടവെട്ടിയതിന് ആരും സ്ഥലത്ത് ശിർക്കാണ്, നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ നമ്മളെന്നെ ഉസ്താദ് പറയുന്നത് ശിർക്കല്ല, നീ എന്തപ്പോ കാട്ടുക, ആകെ ബേജാറിലായി. പ്രശ്നം ചർച്ചയ്ക്ക് വന്നു. ചർച്ചയ്ക്ക് വന്നപ്പോ അത് പറഞ്ഞ രണ്ടാളുകളെയും പിടിച്ചു നിർത്തിയിട്ട് ശാസിച്ചു. രണ്ടാളെയും പിടിച്ചു നിർത്തി മേലാ പറഞ്ഞു പോരുത്, ശിർക്കാണ് തന്നെ പറഞ്ഞാൽ നമ്മളെ മുൻ തീരുമാനം അങ്ങനെ പറയണം. ഇപ്പൊ ആരിൽ ചർച്ചയുണ്ടോ? ഉണ്ടോ? ഇല്ല. കേരളത്തിലുടനീളം മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പടവെട്ടിയതിനെതിരെ നിങ്ങളാ പറഞ്ഞ തെറ്റാണ്. നാരിയത്ത് സ്വലാത്ത് ശിർക്ക്. ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ മേലോട്ട് കയറി ഞാൻ പറഞ്ഞു, നാരിയത്ത് സ്വലാത്ത് എന്ന് മാത്രമല്ല, കേരളത്തിലെ സമസ്തക്കാര് ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാലും ശിർക്ക് തന്നെയാണെന്ന് പറഞ്ഞു. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാലും ശിർക്ക് തന്നെയാണ്. അതെന്താ? അതിന് കാരണമുണ്ട്. ഒരിക്കല് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഞാനും ഒരു അശ്വനിയുമായി സംവാദം നടന്നു. തിരുവനന്തപുരത്ത് സംവാദം, വാമനപുരം സംവാദം എന്നതിൻ്റെ പേര് തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ റസൂൽ എവിടെ നിന്ന് എപ്പോൾ വിളിച്ചാലും കേൾക്കുന്നതാണ് ഓലവാദം, കേൾക്കൂല എന്ന് നമ്മളെ വാദവും. അങ്ങനെ ചർച്ച നടത്തി അവസാനം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ റിസാല എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ടോ നിങ്ങളെ ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ പറഞ്ഞിട്ടുണ്ട് കേൾക്കൂല. അപ്പോൾ ഓൻ പറഞ്ഞു, എന്താണ്, എവിടുന്ന് വിളിച്ചാലും റസൂൽ കേൾക്കും. അതിന് ഉദാഹരണം പറയുന്നത് അറിയോ? ഞങ്ങൾ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോൾ പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ അത് കേൾക്കുന്നുണ്ട്, ഉത്തരം നൽകുന്നുണ്ട്. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്താ? അള്ളാന്റെ റസൂൽ ആ സ്വലാത്ത് കേൾക്കുന്നുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നുണ്ട്. ഈ ചിന്തയിൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലിയാൽ ശിർക്ക് തന്നെയാണ്. കാരണം അങ്ങനെ റസൂൽ കേൾക്കുമെന്ന് ഒരു സംഗതിയിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പുതിയ സ്വലാത്തുകൾ ഉണ്ടാക്കി കുറെ ആളുകൾ ഓരോരുത്തരും അവനവന് വേണ്ടിയത് ഉണ്ടാക്കിയെടുത്തു. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിന്റെ പ്രസക്തി ഞാനും നിങ്ങളും അറിയണം. വബി റസൂലിക്കല്ലദീ അർസൽത ബണ്ട വബി നബിയിക്കല്ലദീ അർസൽത. ഞാൻ പഠിപ്പിച്ചതുപോലെ നബിയിക്ക എന്ന പദം പറഞ്ഞാൽ മതി, റസൂലിക്ക എന്ന പദം പറയണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം എത്ര കണിശമായിട്ടാണ് ഇസ്ലാമിന്റെ ഓരോ ഭാഗങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഓരോ മേഖലകളിലും കൃത്യമായ മാർഗദർശനം ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിടത്ത് നിൽക്കണം ഞാനും നിങ്ങളും. ആ ഒരു പുതിയ ആശയത്തിന്റെ പിന്നാലെ പോയാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പോരാ എന്ന് പറഞ്ഞതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പോരാ, കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയം അത്ര അങ്ങ് പോരാ, ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെ കുറെ ആശയങ്ങൾ കൂടി വേണം എന്ന ഒരു ചിന്തയിലേക്ക് സമൂഹം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ നിർത്തുന്നു. അതിന്റെ കൂട്ടത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. റമദാനിൽ നമ്മുടെ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ഒരു ബിദ്അത്താണ് തറാവീഹ് 23 നിസ്കരിക്കുക എന്നത്. തറാവീഹ് 23 എന്ന ഒരു ഖണ്ഡിതമായ തെളിവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമുമാരും 23 തന്നെ നിസ്കരിക്കണമെന്ന് ശഠിച്ചിട്ടേ ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമുമാരും പറയണത് ഫിഅലുർ റസൂൽ 11 എന്നാണ്. ശ്രദ്ധിക്കണം, ഫിഅലുർ റസൂൽ 11. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് 11 റക്അത്താണ്. ആ 11 റക്അത്തിനേക്കാൾ അധികരിച്ച റക്അത്തുകൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത് എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല, എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഹനഫി മദ്ഹബിലെ അറിയപ്പെടുന്ന ഗ്രന്ഥം അൽ ഹിദായ, അൽ ഹിദായയിൽ അദ്ദേഹത്തെ അതിന്റെ മുസന്നിഫ് പറയുന്ന വർത്തമാനം എന്താന്ന് വെച്ചാൽ 11 റക്അത്ത് നമസ്കരിക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണ്. 11 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. മാലിക്കി മദ്ഹബിൽ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെയുള്ള പണ്ഡിതന്മാരും
മാലിക് ഇമാം ലിനഫ്സിഹി സ്വന്തം നഫ്സിന് വേണ്ടി തിരഞ്ഞെടുത്തത് 11 റക്അത്ത് 11 റക്അത്താണ്. ആ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ അംഗീകരിക്കുന്നു, പറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ 23 തന്നെ വേണം, അത് ഇജ്മാഉർ റസൂൽ ഇജ്മാഉ സഹാബയാണെന്ന് പറയുന്നു. ശുദ്ധ നുണയാണ്. അങ്ങനെ ഒരു ഇജ്മാ ഇല്ല. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഏകോപിച്ച ഒരു അഭിപ്രായം ഇജ്മാ 23-നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കു പറഞ്ഞാൽ മദ്ഹബിലെ പണ്ഡിതന്മാർ അഭിപ്രായം നോക്കുമ്പോൾ 20, 36, 42, 60 എത്ര വേണ്ട എത്ര നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം. അത് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ശാഫിഈ മദ്ഹബിലെ മിൻഹാജിന്റെ ശർഹായി അറിയപ്പെടുന്ന തുഹ്ഫയിൽ അതിന് വിശദീകരണം എഴുതിക്കൊണ്ട് ഷെർവാനി അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനം, രാത്രി നമസ്കാരം അത് വളരെ എളുപ്പത്തിൽ അതിൻ്റെ പ്രവർത്തന ആയാസം വളരെ ആയാസത്തിൽ ചെയ്യേണ്ടതാണ്. അതിൻ്റെ വിഷയം എളുപ്പമാണ്. അതുകൊണ്ട് എത്രയും നമസ്കരിക്കാം. 8 ചുരുക്കുകയും ചെയ്യാം, 20 മേലെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം, എത്രയുമാകാം. ഒരാൾ പറയാണ്, ഞാൻ ഒരു ശാഫിഈ മദ്ഹബുകാരൻ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് തറാവീഹിന് നമ്മളെ കൂടെ കൈകെട്ടി നോക്കുക, 8 റക്അത്തും പിന്നെ 3 വിത്റും, അങ്ങനെ 11 റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചാൽ ശാഫിഈ മദ്ഹബിനെതിരാണോ? അത് ഒരിക്കലുമല്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം അത് അംഗീകരിക്കപ്പെടുന്നു തന്നെയാണ്. നമസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ റക്അത്തുകളുടെ എണ്ണത്തിൽ അയാൾ പറഞ്ഞ് 8 റക്അത്ത് നിസ്കരിക്കുന്നു എന്നോ 11 റക്അത്ത് വിത്രടക്കം നിസ്കരിക്കുന്നു കരുതിയാലും അയാൾക്ക് തറാവീഹിന്റെ സുന്നത്ത് ലഭിക്കും. ശാഫിഈ മദ്ഹബ് അടക്കം 4 മദ്ഹബിലും ഇവിടെ കണ്ടില്ലേ, പലയിടത്തും പോസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? തറാവീഹ് നമസ്കാരം ഇസ്ലാമിൽ വഹാബിസത്തിൽ, ഇസ്ലാമിൽ വഹാബിസത്തിൽ, ഇസ്ലാമിൽ 20, വഹാബിസത്തിൽ 11. എന്നിട്ട് എഴുതിയിട്ട് അതിന്റെ ചുവടെ എഴുതിയിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞിരിക്കുന്നു തറാവീഹ് 20 റക്അത്താണ്. അപ്പൊ എങ്ങനെ വഹാബിസം 11 ആകുക? വഹാബി നേതാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ്. അദ്ദേഹം പറഞ്ഞ് 20 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. അദ്ദേഹം മദ്ഹബിനെ പിൻപറ്റിയ ആളായിരുന്നു. അന്ധമായി തഖ്ലീദില്ലെങ്കിലും മദ്ഹബി വിഷയങ്ങളെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന് മുമ്പ് കഴിഞ്ഞ ആളുകളും ശേഷം വന്ന ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പരിശോധിച്ചാൽ 11-നപ്പുറത്തേക്ക് ഒരു നിസ്കാരമില്ല. നമുക്കതിന് തെളിവുദ്ധരിക്കാനുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ പറയുന്നു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലോ അല്ലാത്തപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11-നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഒരാൾ പറയാണ് റസൂലുള്ള തറാവീഹ് 23, 20 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവിതകാലത്തിൽ 11 റക്അത്ത് അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ലല്ലോ. അപ്പൊ 20ഉം 11ഉം 31 റക്അത്ത് റസൂലുള്ള റമളാൻ നിസ്കരിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് കൊണ്ടുവന്നാൽ മതി, പ്രശ്നം തീരും. അല്ലെങ്കിൽ ഒരൊറ്റ ഹദീസ് മതി. എന്താ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തറാവീഹ് നമസ്കരിച്ചത് 20 റക്അത്താണെന്ന് ഖണ്ഡിതമായി തെളിയിക്കുന്ന ഒരു ഹദീസ് കിട്ടിയാൽ മതി. അതോടെ എന്തായി? സംഗതി നമ്മൾ റെഡിയാക്കാം. പക്ഷേ കേരളത്തിൽ എന്നല്ല ലോകത്തൊരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല റസൂലുള്ള 20 നിസ്കരിച്ചു എന്ന്. റസൂൽ നിസ്കരിച്ചിട്ടില്ല. റസൂൽ നിസ്കരിച്ചത് 11 തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. നമ്മൾ 11 നിൽക്കുന്നു. ചില ആളുകൾ പറഞ്ഞു 11 നിസ്കരിക്കൽ ബിദ്അത്താണെന്ന്. നമ്മൾ ചോദിക്കുന്നത് ലോകത്ത് കഴിഞ്ഞു പോയ സ്വഹാബി മുതൽ ഇങ്ങോട്ട്, സ്വഹാബി വര്യന്മാർ മുതൽ ഇങ്ങോട്ട് താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമമാർ തുടങ്ങുന്ന മഹാരഥന്മാരായ ആളുകൾ കഴിഞ്ഞു പോയപ്പോ അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ 11 നിസ്കരിക്കൽ ബിദ്അത്താണെന്ന്? പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് 20-നേക്കാൾ 11-നേക്കാൾ വർദ്ധിപ്പിച്ചത് ബിദ്അത്താണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ശാഫിഈ ഇമാമിന്റെ ഉസ്താദ് തന്നെയായ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നു, വലാ അദ്രി, എനിക്ക് അറിയില്ല ഈ പുതിയതായി കടന്നു വന്ന ഈ റക്അത്തുകളൊക്കെ എവിടുന്ന് വന്നു എന്ന വിവരം എനിക്ക് അറിയില്ല. അപ്പൊ പിൽക്കാലത്ത് കടന്നു വന്ന പുത്തനാശയമാണെന്ന് മാലിക് ഇമാം തന്നെ ജനങ്ങളോട് തുറന്നു പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറഞ്ഞ സമയം കൂടി സംസാരിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങളെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. പിൽക്കാലത്ത് കടന്നു വരുന്ന പുതിയ ആശയങ്ങളെയും പുതിയ ചർച്ചകളെയും പുതിയ ആചാരങ്ങളെയും പുതിയ അനുഷ്ഠാനങ്ങളെയും
അതെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള ഈമാനികമായ ആർജവം സത്യവിശ്വാസികളായ നമുക്കുണ്ടാവണം. സമൂഹത്തിൽ കടന്നു വരുന്ന പുതിയ പുതിയ ആചാരങ്ങളെയും പുതിയ പുതിയ വസ്വാസുകളെയും നേരിടേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് കൊണ്ടാണ്. അവിടുത്തെ സുന്നത്താവട്ടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമാണ്. ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത ശക്തമായ ഉറപ്പുള്ളതും തകർക്കാൻ പറ്റാത്തതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയാണ്. എല്ലാ മേഖലകളിലും അത് നമ്മൾ പാലിക്കണം. നമസ്കാരത്തിൽ പാലിക്കണം. നമസ്കാരത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റൂല. അതൊരു ബിദ്അത്ത് എന്ന നിലക്കല്ല, പലപ്പോഴും ആളുകൾക്ക് വരുന്ന കുറെ തെറ്റുകളുണ്ട് നമസ്കാരത്തിൽ. അതിൽപ്പെട്ട ഒന്നാണ് ചില ആളുകൾ രണ്ട് കാര്യങ്ങൾ കൂട്ടി സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കൈകൾ ഉയർത്തുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കുള്ളത്. കൈകൾ ഉയർത്തുന്നതിൽ വലിയ അലംഭാവമുണ്ട്. അലംഭാവം എന്ന് പറഞ്ഞാൽ കൈ പലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഉയർത്തും, ചില ആളുകൾ നിർത്തും, ചില ആളുകൾ നിർത്തും, ചില ആളുകൾ നിർത്തും, അങ്ങനെ പല രൂപത്തിൽ കൈ ഉയർത്തുന്ന ആളുകളുണ്ട്. ചില ആളുകളൊക്കെ ധിക്കാരം കണ്ട ഓനെന്തോ വേണ്ടാതെ ധിക്കരിക്കണ മാതിരിയാണ്. കാരണം സമീഅല്ലാലിമനൊക്കെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് കൈ ഇങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് സമീഅല്ലാലിമനമിത അങ്ങനെ പോയാൽ ഒരു നമസ്കാരത്തോട് ഒരു എന്താ പറയാ, ഒരു പ്രത്യേക ആഗ്രഹമില്ലാത്തതുപോലെ മുനാഫിക്കുകളുടെ നിസ്കാരമാണത്. കാമു ഇല സ്വലാത്തി കാമു കുസാല. അവർ നിസ്കാരത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുക എന്നാണ്. മടിയന്മാരായിട്ടായിരിക്കും നിസ്കരിക്കുക. ഒരു ശ്രദ്ധയോ ഒരു ജാഗ്രതയോ നിസ്കാരത്തിൽ ഉണ്ടാവില്ല. നമസ്കാരത്തിന്റെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച്, ഓരോ പോയിന്റും ശ്രദ്ധയോടെയും വെക്കേണ്ട രൂപത്തിലും വെക്കണം. കൈ ഉയർത്താന്ന് പറഞ്ഞാൽ ശരിക്ക് കൈ ഇങ്ങനെ തന്നെ ഉയർത്തണം. കൈ ഉയർത്തണം. കുറഞ്ഞ ആളുകൾക്ക് നമസ്കാരത്തിന്റെ ഒരു പുസ്തകമുണ്ട്. പുസ്തകമില്ലേ? ഉണ്ട്. കുറച്ചാളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പലയിടത്തും വിതരണം ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾക്ക് ആ പുസ്തകം കിട്ടുന്നവരുടെയൊക്കെ പറയാൻ ആളുകളൊക്കെ ദ്വാരക്കണം. കാരണം അത് ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾ അവരുടെ പൈസ തന്നിട്ട് പടച്ചവന്റെ മാർഗത്തിൽ അവർ സദക്ക നൽകിയിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിയ പുസ്തകമാണ് ഓരോരുത്തരും കൊടുക്കാൻ. അവർ നിസ്കാരം വായിച്ച് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ഫോട്ടോ സഹിതമുണ്ട്. ഞാൻ പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക്, വളരെ ആവശ്യമുള്ള കുറച്ച് ആളുകൾക്ക് ആ പുസ്തകം കിട്ടും. പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആണ്. വായിച്ച് പഠിച്ച് നന്നായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് കൈകൾ എന്ത് ചെയ്യുക, ചുമലിന് നേരെയോ ചെവിയുടെ നേരെയോ കൈകൾ ഒരു പ്രത്യേക അളവിൽ ഇങ്ങനെ ശരിക്കും എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. ഞാനിവിടെ കണ്ടത് മഹാഭൂരിപക്ഷം ആളുകളും അത് ശ്രദ്ധിക്കണില്ല. അത് ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് കൈ ഉയർത്തി താഴ്ക്കുന്ന സ്വഭാവം ശരിയല്ല. അത് പ്രവാചകന്റെ സുന്നത്തിനോട് എതിരെ പ്രവർത്തിക്കലാണ്. അത് നിരന്തരം ആദത്തായി പോയി കഴിഞ്ഞാൽ പിന്നെന്തായെന്നറിയോ, അങ്ങനെയാണ് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതൊരു തെറ്റായ ഒരു മിസ്ഫീഡിംഗ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അത് തെറ്റാണത്. അത് റസൂൽ പഠിപ്പിച്ച സുന്നത്തിനെതിരാണ്. അതുകൊണ്ട് കൈ എന്ത് ചെയ്യണം, ശരിക്കും നേരെ കൈകൾ ഉയർത്തി തന്നെ കൈ ഉയർത്തി തന്നെ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ തന്നെ കൈ ഉയർത്തണം. പിന്നെ ഒന്നാണ് ഞാൻ കണ്ടതാണ്, അത്തഹിയാത്തിൽ തവറുക്ക് ഇഫ്തിറാശി എന്ന രണ്ട് ഇരുത്തങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. തവറുക്കും ഇഫ്തിറാശും രണ്ട് ഇരുത്തങ്ങളുണ്ട്. ഇഫ്തിറാശിന്റെ ഇരുത്തം സാധാരണ ഇടയിൽ ഇരിക്കുന്ന 4 റക്അത്തോളോ 3 റക്അത്തോളോ നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നതിനാണ് ഇരിക്കുന്ന ഇരുത്തം ഇഫ്തിറാശിന്റെ ഇരുത്തമാണ്. അത് ഒരു കാലിന്റെ പുറത്ത് ഇരുന്നിട്ട് മറ്റേ കാലം എന്ത് ചെയ്യുക, നാട്ടി കുത്തിവെക്കുക എന്നതാണ്. അത് ഇഫ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയാം. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതേ സമയത്ത് 2 റക്അത്തൊക്കെ ഉള്ള നിസ്കാരത്തിൽ കൂടുതലും ഇഫ്തിറാശാണ് വേണ്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി അത്തഹിയാത്തിൽ ലാസ്റ്റത്തെ അത്തഹിയാത്തിലാണെങ്കിൽ ഇഫ്തിറാശ് അല്ല ഇരിക്കേണ്ടത്, തവറുക്കാണ്. പല ആളുകളെ ഞാൻ കാണുന്നു ഇഫ്തിറാശിന്റെ ഇരുത്തം തന്നെ ഇരിക്കുന്ന കാണാം. ഇപ്പോൾ ഒരാൾക്ക് കാല് വയ്യ, ഇരിക്കണമെന്ന് കുഴപ്പമില്ല. ആ സമയത്ത് മൊത്തം എല്ലാവരും ഇങ്ങനെ ഞെരുങ്ങി ഇരിക്കുന്നിടത്താണ്. അപ്പോൾ കാല് ഇളക്കി വെച്ചിരിക്കാൻ പ്രയാസമുണ്ട്, മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരി. പക്ഷെ ഇവിടെ ഫ്രീ അല്ലേ? എല്ലാ പള്ളികളിലും നേരത്തെ പറഞ്ഞ പോലെ സഫിൻ്റെ കാര്യത്തിൽ 2 കിലോമീറ്റർ അപ്പുറത്ത് ഓരോരുത്തരും നിൽക്കുക. ഒരാൾ കൊച്ചിയിൽ, ഒരാൾ ഗോകർണത്തും, അങ്ങനെ നിൽക്കല്. അടുത്തിക്കാൻ പറഞ്ഞ് അങ്ങനെ ആക്കിക്കൊണ്ടുപോവുക. കാലം കൊണ്ട് വെച്ചാൽ ഉടനെ ഈ എന്താ പറയുക, നമ്മളെ മാഗ്നറ്റ് ഉണ്ടല്ലോ,
അതിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാണ്ടല്ലോ അങ്ങോട്ട് അകലുക. അങ്ങോട്ട് പിന്നെ വിരുദ്ധമായിട്ട് എങ്ങനെ കൽപ്പിച്ചാൽ അങ്ങനെ തള്ളിപ്പോയി. ഇതുപോലെയാണ് കാലം അങ്ങോട്ട് വെച്ചാൽ അവൻ്റെ കാലം അങ്ങോട്ട് വലിയും, പിന്നെ നമ്മൾ അങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് വലിയും. ഇങ്ങനെ മാറിപ്പോകലാണ്. പ്രവാചകൻ വിശ്വാസം പഠിപ്പിച്ചതിനെതിരാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞെരുക്കൊന്നുമില്ല, ഇഫ്തറാശിൻ്റെ ഇരുത്തവും തവറുക്കിൻ്റെ ഇരുത്തവും ശീലിക്കണം. പക്ഷെ മഹാഭൂരിപക്ഷ ആളുകളും ചെയ്യുന്നുണ്ടെങ്കിലും കുറേ ആളുകളൊക്കെ അതിൽ ശ്രദ്ധ വെക്കണില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന കാണാം, രണ്ട് കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തിരിക്കണം. പക്ഷെ അതിന് എനിക്ക് ഹദീസുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി അവരങ്ങനെ ഇരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയിച്ചു തരണം. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ച്, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്ന ചില പ്രസംഗകന്മാർ പോലും അങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോഴെനിക്കൊരു സംശയമുണ്ട്. കാരണം അത് ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഇതുവരെ ഹദീസ് കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിയിച്ചു തരണം. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. പിന്നെന്താ, ചില ആളുകൾക്കും നമസ്കാരത്തിലേക്ക് ഇരുന്നാൽ വിരൽ നീട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. ഇപ്പോഴും ചില ആളുകൾ ഇല്ലല്ല പറയുമ്പോഴേ വിരൽ നീട്ടുള്ളൂ. സംഗതി മുജാഹിദാണ്, കൈ ഇവിടെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാകുക. കാരണം മൂത്തെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാകുക. സാധാരണ ഇവിടെ നെഞ്ചി കെട്ടിയാൽ മതി. അല്ല, ഞാൻ കുറച്ച് ഗ്രേഡ് ഇങ്ങനെ ആക്കുക. ചില ആളുകളൊക്കെ കൈ കെട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ഇങ്ങോട്ട് കയറ്റി കെട്ടണം, ഇടത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്ക് കൈ ഇങ്ങനെ കെട്ടണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റൂട്ട് അങ്ങനെയാണ്. ഇതുപോലെ കൈ വെക്കേണ്ടത് എങ്ങനെയാണ്, അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ റൂട്ട് പഠിപ്പിച്ചു തന്നു. ഈ രണ്ട് വിരലുകൾ മടക്കുക, ഇതിങ്ങനെ അടിയിൽ ചേർത്ത് വെക്കുക, ഒരു ഹൽക്കത്ത് വട്ടക്കണ്ണി പോലെ ഈ വിരലിരിക്കണം എന്നാണ്. ഇങ്ങനെ ഇരിക്കണം. തുടക്കം മുതലേ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഹൽക്കത്താണ്. ചില ആളുകൾക്ക് ഇപ്പോഴും വെടിവെക്കലാണ്. തോക്ക് ചൂണ്ടിക്കണ മാതിരി ചില ആളുകളൊക്കെ ഫ്രണ്ട് ഇരിക്കണ ആരെയോ പേടിപ്പിക്കണ മാതിരി ഇതല്ലേ എടുത്ത് വെക്കുന്നത് കണ്ട ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുക. അങ്ങനെയല്ല, ശരിക്കും എന്ത് ചെയ്യുക, ഈ വിരൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഹൽക്കത്ത് പോലെയാക്കി ഇങ്ങനെ വിരൽ ചൂണ്ടി വെക്കുക. അത് തുടക്കം മുതൽ തന്നെ ചൂണ്ടി വെക്കണം. ഇടയ്ക്ക് ഇപ്പോഴും മറ്റേ ജാഹിലിയത്ത് വിട്ടിട്ടില്ല. എന്ത് ഷാഫി മദ്ഹബ് എന്ന ജാഹിലിയത്ത് അത് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുന്നിട്ട് ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഒരു നീട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കം മുതലേ എന്ത് ചെയ്തു, നീട്ടി വെച്ചു. ഒന്ന് പിടിച്ചു നോക്കാം. രണ്ട് വിരൽ വെച്ച് ഇതിങ്ങനെ അടിയിലേക്ക് വെച്ച് ഒരു ഹൽക്കത്താക്കി, അങ്ങനെ ഒരു ഹൽക്കത്ത് വട്ടക്കണ്ണി പോലെ അങ്ങനെ ഇരിക്കണം എന്നാണ്. അത് തുടക്കം മുതലേ അങ്ങനെ ആവണം. അപ്പോൾ ഒന്നെങ്കിൽ നീട്ടി വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അനക്കുക. അതും ഹദീസുള്ള സംഗതി തന്നെയാണ്, അനക്കലും. പക്ഷേ ചില മനുഷ്യന്മാരൊക്കെ അനക്കണ കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നതും ബേജാറാകും. ഇവന് വല്ല ഈ ഹിസ്റ്റീരിയ പിടിക്കണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. ആ ജാതിയാണ് ഇങ്ങനെ ഒരു അനക്കൽ. ശരിക്കും അനക്കൽ ഹദീസ് സഹിഹായി വന്നതാണ്. പ്രത്യേകിച്ച് ഹദീസിലുള്ളത് പിന്നെ അങ്ങനെ അനക്കുക എന്നത് അശദ്ദു അല ശൈത്താനി മിനൽ ഹദീദ് എന്നാണ്. മൂർച്ചയുള്ള ഇരുമ്പിനേക്കാൾ വാളിനേക്കാളും പിശാചിന് ഇത് അനക്കുന്നതാണ് എന്ന് പ്രവാചകൻ. അതിൻ്റെ രൂപം എങ്ങനെയാണ്? ചിലരിങ്ങനെ അനക്കും, ചിലർ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ അയാളുടെ അനക്ക് ഇങ്ങനെ കൊത്തണമായിട്ട് അനക്കണ് കണ്ടിട്ടുണ്ട്. ഇതൊന്നും അല്ല എൻ്റെ റൂട്ട്. അതിങ്ങനെ സാധാരണ എന്ത് ചെയ്യുക, അനക്ക് 4 മദ്ഹബിലും അനക്കലുണ്ട്. ഇനി അനക്കൽ പുതിയ വിധേയത്താണെന്ന് വിചാരിക്കേണ്ട. 4 മദ്ഹബിലും അനക്കലുണ്ട്. 4 മദ്ഹബിലും അനക്കലുണ്ട്. അതിന് ഡ്യൂറേഷൻ കുറയുന്നു മാത്രമേ ഉള്ളൂ. ഷാഫിഈ മദ്ഹബിൽ തുടക്കം മുതൽ ഇങ്ങനെ ഇർസാൽ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ഓണാക്കുക. ഹനഫി മദ്ഹബിൽ തിരാട്ട് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ കഴിഞ്ഞ്. ഹംബലി മദ്ഹബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മാലിക്കി മദ്ഹബിൽ ജലാലത്തിൻ്റെ ഇസ്മ വരുന്നിടത്തൊക്കെ ഇങ്ങനെ ആക്കുക. അപ്പോൾ അനക്ക എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. ശരിക്കും ഹദീസിൽ വന്ന അനക്കൽ കന്നഹു യദ്ഉ ബിഹാ, ഇങ്ങനെ എന്ത് ചെയ്യുക, അത് കണ്ടിങ്ങനെ ക്ഷണിക്കണമാതിരി അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമാതിരി എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ ചെറുതായിട്ട് നനയ്ക്കിയാൽ മതി. അതിനിങ്ങനെ ചില ആളുകൾക്ക് ചിത്രം വരയ്ക്കും, ഇങ്ങനെ റൗണ്ടൊക്കെ ഇട്ട് കളിക്ക് കൈവച്ചിട്ട്. ഒന്നും ആവശ്യമില്ല, വളരെ പതുക്കെ എന്ത് ചെയ്യാൻ നനയ്ക്കാം. ഇനി അനക്കിയില്ലെങ്കിലോ അതിന് മതിയുണ്ട്, നേർക്ക് നേരെ വെച്ചാലും മതി, രണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ അതുമൂലം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. അതിനൊക്കെ ഒരു ശ്രദ്ധിക്കണ കാര്യം. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടത്തിലുണ്ട്. പിന്നെ എഴുത്തിദാലിൽ കൈകെട്ടുക എന്നൊരു സമ്പ്രദായം ഗൾഫ് രാജ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗൾഫിലൊക്കെ പോയി വരുന്ന ആളുകൾക്കൊക്കെ അറിയാം എഴുത്തിദാലിൽ ഇങ്ങനെ കൈകെട്ടുന്ന സ്വഭാവമുണ്ട്. എനിക്ക് ഇതുവരെ നോക്കിയിട്ട് അതിൻ്റെ ഹദീസൊന്നും കണ്ടിട്ടില്ല. ഹദീസിലൊന്നും റസൂൽ ചെയ്തതായിട്ട് കാണുന്നില്ല. ഹദീസിലൊന്നും അത് കാണുന്നില്ല. പിന്നെ ഇബ്നു ബാസ്, ഉസൈമീൻ
ഇവരുടെ രണ്ടാളുടെയും പുസ്തകത്തിൽ അതിന് ചില ന്യായങ്ങൾ പറയലുണ്ട്. ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കലുണ്ട്. പക്ഷേ ഹദീസിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തതിലൊന്നും എന്തില്ല, ഏറ്റുതാലിലേക്ക് കൈ ഉയർത്തുന്ന കാര്യമുണ്ട്. കൈ കെട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണുന്നില്ല. പിന്നെ ഇവർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ചില വ്യാഖ്യാനങ്ങൾ ചില വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള വിഷയം അതല്ല. ചില ആളുകളൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോക്ക് നമ്മൾ മാത്രം ശരിയുള്ളൂ എന്ന നിലക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, ഓൽക്കൊന്നും ഇത് തിരിഞ്ഞിട്ടില്ല, ഓൽക്കൊന്നും ഇത് അറിയില്ല, അതിൻ്റെ പെർഫെക്ഷൻ നമ്മുടെ കയ്യിൽ മാത്രമാണ് എന്നൊക്കെ ചില ആളുകൾ അങ്ങനെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിന് സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഏത് വിഷയത്തിനും ഹദീസ് ചോദിക്കുന്നവരല്ലേ നമ്മൾ. സ്വഹീഹായ ഹദീസ് ഉണ്ടോ അങ്ങനെ കൈകെട്ടാൻ? ഉണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്ന് പഠിപ്പിക്കപ്പെടണം. പക്ഷെ കേരളത്തിൽ അത് പിന്നെ ജിന്ന് ഗ്രൂപ്പാണെങ്കിലും ഇപ്പുറത്ത് കേരളത്തിൽ മുജാഹിദീനാണെങ്കിലും മടവൂർ വിഭാഗമാണെങ്കിലും ഇനി സുബൈർ മങ്കട സാഹിബിൻ്റെ കൂടെയുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും അവരുടെ പണ്ഡിതന്മാരാരും ഇങ്ങനെ കെട്ടി കാണുന്നില്ല. ഞാൻ ഏറ്റവും തീവ്രവാദികൾ എല്ലാത്തിനും തീവ്രത കാണിക്കുന്ന ആളുകളാണ് ജിന്നു സഹോദരങ്ങൾ. അവരാവട്ടെ അവരെ പണ്ഡിതന്മാരിൽ ആരും നെഞ്ചത്ത് കൈകെട്ടൂല, ഓലാരും എഴുത്താലേശം കൈകെട്ടൂല. അപ്പോൾ ചില ആളുകൾ ഞങ്ങൾ കുറച്ച് തരക്കേടില്ല എന്നൊരു തോന്നലുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. ശരിക്കുള്ളതാണോ എന്നാൽ ബാക്കി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണം. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ചെയ്യേണ്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണോ ചെയ്യാം. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഖുതുബകളിൽ രണ്ടാമത്തെ ഖുതുബ ഫിഖ്ഹിന് വേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കർമ്മശാസ്ത്ര വിഷയങ്ങൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പഠിക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അതുണ്ടാകും എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാനുണ്ട്. അതിൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഇടപാടുകളിലുമെല്ലാം ബിദ്അത്തുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകന്റെ സുന്നത്താണെന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 6:54 പിന്നെ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കേണ്ടുന്ന സമയം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് റെഡിയാകാം. എല്ലാവരും തയ്യാറായി നിൽക്കുന്നു എന്ന് എനിക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് അക്കൂട്ടത്തിൽ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ നമ്മൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ആളുകളെല്ലാവരും എത്തുക. അതോടൊപ്പം തന്നെ താല്പര്യമുള്ള ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് വരിക. നമ്മളിവിടെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഇൻഷാ അല്ലാഹ് കുറേ സമയം ഖുർആൻ പാരായണവും ഖുർആൻ ഓരോരുത്തരും അവരവരുടെ പാരായണം ചെയ്യുകയും അതിനുശേഷം ഒരു ചെറിയ നസീഹത്തും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം. നമ്മൾ ഏത് സൂറത്തായിരുന്നു? സൂറത്ത് നബ 26 ആയത്തിൽ 26 ആയത്തുകൾ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ശക്തമായി നല്ല ശരിക്ക് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാക്കാം. സ്ത്രീകൾ താഴെയുണ്ട്, അവരതിനു വേണ്ടി സൗകര്യം അവരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് താല്പര്യമുള്ള ആളുകളെല്ലാം വരണം. ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു പിന്നെ അത്താഴം അങ്ങനെ ഞാൻ ഉറപ്പിച്ചു പറയില്ല. കാരണം ചിലർക്ക് കഞ്ഞി വേണം, ചിലർക്ക് ചോറ് വേണം, ചിലർക്ക് ബിരിയാണി വേണം എന്നൊക്കെ പറയുന്നത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. എന്നാൽ ഇവിടെ ചില ആളുകളൊക്കെ താല്പര്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കണം. നമ്മളെ പിന്നെ പേര് പറയുന്നതിന് എനിക്ക് വിഷമമുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഓന് വിഷമമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഞാൻ പറയുകയാണ്, നമ്മളെ ഫുഡ് ആൻഡ് ഫണ്ടിലെ ബാബു അദ്ദേഹം ഒരു ദിവസം ഭക്ഷണം എൻ്റെ വകയായിട്ട് തരാം, നോമ്പ് എത്തിക്കാതിരിക്കുന്ന ആളുകൾക്ക് അത്താഴം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഖൈറാണ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അവരെന്തായാലും ഇൻഷാ അല്ലാഹ് ചെറിയൊരു ചപ്പാത്തിയും കറിയും എന്തായാലും കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ അത്താഴത്തിന് 15 ചപ്പാത്തി കഴിക്കുന്ന പറയാൻ നടക്കൂല. ഒരു 2 എണ്ണം ഇൻഷാ അല്ലാഹ് മാക്സിമം പോയാൽ 2 എണ്ണമൊക്കെ കിട്ടും. അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കട്ടൻ ചായ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഒരു സൗകര്യങ്ങളാണ്. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിനുവേണ്ടി ചില ആളുകളൊക്കെ നൽകുന്ന ഹൈറായ പ്രവർത്തനങ്ങൾ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ലാസ്റ്റ് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റമദാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് പറഞ്ഞതുപോലെ ഈ റമദാൻ പൂർത്തിയാക്കാതെ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ സഹപ്രവർത്തകരായ ആളുകളുണ്ട്. എത്രയോ ആളുകൾ അടുത്ത റമദാൻ വരുമോ കിട്ടുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റൂല. ഇത് നമുക്ക് കിട്ടുന്ന അനർഘ നിമിഷങ്ങളാണ്. നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ്. നമുക്ക് പല ഉത്തരവാദിത്തങ്ങളും പറയാനുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് ഒക്കെ നമുക്ക് മറക്കാം.
2-3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് നമുക്ക് മറക്കാം. എല്ലാ ഇടപാടുകളെയും മറക്കാം. പടച്ച തമ്പുരാന് വേണ്ടി മാത്രമായിട്ട് കൊടുക്കാം. അല്ലാഹുവേ, അടുത്ത റമദാൻ എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അടുത്ത റമദാനിലെ ലൈലത്തുൽ ഖദറിൽ നിൽക്കുമോ ഇല്ലേ എനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ ഉപയോഗപ്പെടുത്തണം. പടച്ചവനെ, എനിക്കത് ഖൈറാക്കി തരണേ എന്ന് ഞാൻ നിങ്ങളുമൊക്കെ ദ്വാരക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ളുഹർ നമസ്കാരം മുതൽ ഇത്രയും നേരം നമ്മൾ സജീവമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് പേര് പറയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത്രയും നേരം നിന്റെ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നത് നിന്റെ വചനങ്ങളെക്കുറിച്ചും നിന്റെ ദീനിനെക്കുറിച്ചും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ്. അള്ളാഹുവേ, ഞങ്ങൾ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനത്തിലൊക്കെ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രി നരകത്തിലെ കുറെ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുമെന്ന്. പടച്ചവരെ, ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ മൊത്തം ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ ഗസയിൽ പ്രയാസം അനുഭവിക്കുന്നു. അള്ളാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. ശത്രുക്കളെ നീ വേണ്ട വിധത്തിൽ വകവരുത്തണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ